എടുക്കുന്നത്. വെൽക്കം ഹസ്ന മാം. Thank you so much. Very good morning, magic morning. Magic morning, ma'am. Magic morning. Okay ആണോ? കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോ ഇടക്കിടക്ക് കാണുന്ന ഒരു മുഖമായി മാറി തുടങ്ങിയിട്ടുണ്ട്. എന്റെ സ്ക്രീൻ ഷെയറിങ് എന്തോ ബ്ലോക്ക് ആണ്. ഒന്ന് ഹോസ്റ്റ് ഒന്ന് നോക്കൂ. ശരി. ഓക്കെ. താങ്ക് യു. സെക്കൻഡ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് ഇല്ലാതെ തന്നെ ചെയ്യാം. എന്നാ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് നിങ്ങള് ഈ ഒരു ബുക്ക് ഹാബിറ്റ്, ഈ ഒരു ബുക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ബുക്കിനെ കുറിച്ച് ചിലപ്പോഴെങ്കിലും നമ്മളുടെ സെർച്ചുകളിൽ എവിടെയെങ്കിലും ആയിട്ട് ചിലപ്പോ നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുള്ള ഒരു വിഷയമായിരിക്കണം. ജെയിംസ് ക്ലിയർ എന്ന് പറയും. മാഷാല്ല, ഗ്രേറ്റ്. 4 കൊല്ലം മുമ്പ് വായിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്നെക്കാളും ഉചിതമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റിയ ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ടോപ്പിക് ഇങ്ങനെ സെലക്ട് ചെയ്ത സമയത്തെ ഞാൻ ആദ്യം ആലോചിച്ചത് നമ്മുടെ ഗ്രൂപ്പില് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഏറ്റവും ഉചിതമായ പ്ലാറ്റ്ഫോം തന്നെ. എന്നാലും അതൊക്കെ ഓൾറെഡി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാൽ ആ പുസ്തകം പരിചയപ്പെടുത്തി കൊടുക്കാതിരിക്കാൻ സാധ്യമല്ല. അതിങ്ങനെ കണ്ടപ്പോ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ആ ഒരു ബുക്ക് പരിചയപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിട്ട് തോന്നി. അപ്പൊ അതിന്റെയും കൂടെ ഭാഗമായിട്ടും നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. കാരണം ഒരു പുതിയ ശീലം എങ്ങനെ തുടങ്ങാം എന്നതാണ് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിത്വത്തിൽ പുതിയ പുതിയ നേരത്തെ നമ്മുടെ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും രാജാവും രാജ്യവും ആയിട്ടാണ് ജനിച്ചിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും പല അവസരങ്ങളും കൊണ്ട് നമുക്ക് പല സാഹചര്യങ്ങളും കൊണ്ട് നമുക്കത് നേടിയെടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുള്ള ഹൈ അച്ചീവ്മെന്റ്സുകൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റാതെ വരാറുണ്ട്. അതിന് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്താൽ തന്നെ ഏറെക്കുറെ നമ്മൾ അവിടെ സക്സസ് ആവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മോട്ടീവായിട്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിട്ട് ഈ ഒരു ബുക്ക് നമുക്ക് തരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, രാവിലെ ഒരു 5:30 സമയത്ത് എന്നും കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുകയും അപ്പൊ അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ മോർണിംഗ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു എയിം ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്ന ഈ ഒരു ഗ്രൂപ്പിന് ഇതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഈ ഒരു പുസ്തകം, ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ട് എന്നുള്ളത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ജെയിംസ് ക്ലിയർ എന്ന് പറയുന്ന ലോക പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ് അദ്ദേഹം, പ്രഭാഷകനാണ്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു പുസ്തകം നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യുന്നത്. സംഭാവന എന്ന് തന്നെ പറയണം. ആ ബുക്ക് വായിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഗ്രൂപ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ എന്തൊക്കെ കണ്ടന്റുകളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം അതിന് പ്രസക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. മുൻപ് നമ്മൾ ഒരു സെഷൻ എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 66 ഡേയ്സ് എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ, ഇൻ കേസ് നമ്മൾ അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ പിന്നോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് 66 ഡേയ്സ് എങ്കിലും ചെയ്താൽ നമുക്ക് അത് പിന്നെ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറും. അപ്പൊ നമ്മൾ ബ്രഷിങ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ മോർണിംഗ് റുട്ടീനുകൾ, ഇതൊക്കെ നമ്മുടെ ലൈഫ് സൈക്കിളിന്റെ ഭാഗമായി മാറിയത് നമ്മൾ എന്നോ തുടങ്ങി അതൊരു ബ്രേക്ക് ഇല്ലാതെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതുകൊണ്ടാണ്. പിന്നെ നമുക്കത് മാറ്റി നിർത്താൻ പറ്റില്ല. നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പൊ ഇത്തരത്തില് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് നമുക്കത് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മളുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് മാറും. അപ്പോ ഇതിൽ ഏകദേശം ഒരു 4ഓളം റൂൾ എന്ന് പറഞ്ഞാൽ കടിച്ചാൽ പൊട്ടാത്ത നിയമാവലികളോ കാര്യങ്ങളോ ഒന്നുമല്ല. സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന
പല കാര്യങ്ങളാ. നിങ്ങൾ തന്നെ, കാരണം PSC അച്ചീവ് ചെയ്തിട്ടുള്ളവരും അങ്ങനെ ലൈഫിന്റെ പല ഭാഗങ്ങളിലായിട്ട് പല പാലിയേറാ മലകൾ നേടിയെടുത്തിട്ടുള്ളവരാണ് ഈ ഗ്രൂപ്പിലുള്ളവരൊക്കെ. പല രീതിയിലുള്ള വലിയ വലിയ ടാസ്കുകളൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ളവരാ. അപ്പൊ നമ്മളിങ്ങനെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും, ഇപ്പോ ഞാനൊരു ഉദാഹരണം പറയാന്ന് മാത്രം, ഈ PSC ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ വലിയ കടുകട്ടി പുസ്തകങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക. അപ്പൊ പലരും ചെയ്യുന്ന ഒരു സംഭവമാണ് ആ ബുക്കിനെ ചെറിയ 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 കണ്ടന്റുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ആ വലിയ പുസ്തകത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വളരെ ചെറിയ കണ്ടന്റുകളാക്കി മാറ്റും. അതായത് സംഭവം അതേ കണ്ടന്റ് അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താ, അതിനെ വളരെയധികം ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ടോപ്പിക്കുകളാക്കി മാറ്റും. അപ്പൊ അവിടെ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിന് തെറ്റിദ്ധരിക്കാം. നമുക്ക് വലിയ സംഭവങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് പ്രയാസം. ഓ, ഇത്രയും ഞാൻ വായിക്കണമല്ലോ, അല്ലെങ്കിൽ ഇത്രയും ഞാൻ പഠിക്കണമല്ലോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കൊരു മടി വരും. പക്ഷെ അതേ സമയം നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ കണ്ടന്റുകളാക്കി മാറ്റുമ്പോഴുള്ള ഒരു എഫക്ട് എന്താന്ന് വെച്ചാൽ, ഇത് ഇത്രയേ ഉള്ളൂ, ഇതൊരു 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 4 ദിവസം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരികയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിനെ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇതുപോലെ തന്നെ നമ്മളുടെ കയ്യിലുള്ള ഏതൊരു സംഭവത്തിനെയും നമുക്ക് വളരെ ചുരുക്കി കൊണ്ടുവരാം. അതായത് എന്താണോ ആ സംഭവം അതിനെ വളരെ ലളിതമാക്കി അവതരിപ്പിക്കാനും കാണാനും സാധിക്കാന്നുള്ള. അപ്പൊ ഇതിൽ ഒന്നാമത്തെ റൂള് തന്നെ പറയുന്നത് ദിവസവും 1% മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മള് ഇപ്പൊ നമുക്ക് നാളെ മുതൽ ഡെയിലി എക്സസൈസ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യരുത്, ഒറ്റയടിക്ക് ഞാൻ അത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ 1 മണിക്കൂർ ഓടും, അതുവരെ ഓടാത്ത ഒരു മനുഷ്യൻ രാവിലെ തന്നെ എണീറ്റ് ഞാൻ 1 മണിക്കൂർ ഓടും എന്ന് പറഞ്ഞാൽ അതിനൊരു പക്ഷെ നിലനിൽപ്പ് അസാധ്യമായിരിക്കും. ചിലപ്പോൾ 1-2 ദിവസം നമ്മൾ ചെയ്തെന്ന് വരാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ തലേന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെക്കുക ഫസ്റ്റ് ദിവസം. അതായത് ട്രാക്ക് സൂട്ട്, കാര്യങ്ങള്, ബൂട്ട്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താണോ നമ്മൾ അതിനുവേണ്ടി ഉദ്ദേശിക്കുന്ന ആ സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തുന്ന ദൂരത്ത് ഇങ്ങനെ എടുത്തു വെക്കുക. പതുക്കെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇനിയിപ്പോ അന്ന് മടി പിടിച്ചാലും ആ സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നമ്മൾ തലേന്ന് റെഡിയാക്കി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വരും. പിന്നെ അടുത്ത ദിവസം ഒരു 10 മിനിറ്റ് നടക്കാനോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മുടെ റൂമിൽ തന്നെ ഒന്ന് നടക്കാനോ ഇരിക്കാനോ ശ്രമിക്കുക. അതിനുവേണ്ട ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ അതാണ് നമ്മൾ 1% നമ്മളുടെ ദിവസത്തിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഉള്ള ടാസ്കിനെ വളരെ ചുരുങ്ങിയ രീതിയിലേക്ക് ആദ്യം കൊണ്ടുവരാം. 1% 1% എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിൽ അടുത്തതായിട്ട് പറയുന്നത് നമ്മളുടെ ലക്ഷ്യത്തിനേക്കാളും നമ്മളുടെ ചുറ്റുപാടുള്ള നമ്മളുടെ സിസ്റ്റത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കുറെ ഘടകങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന സംഭവം ചെയ്യുന്നത്, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോക്കസ് ചെയ്യണം. അപ്പൊ അതിന് ആ ഒരു സിസ്റ്റം നമ്മുടെ മൈൻഡിലേക്ക് സെറ്റാക്കി കൊണ്ടുവരണം. പിന്നെ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ദൈനംദിന പ്രക്രിയകളായിട്ടുള്ള ആ ഓരോ സംഭവങ്ങൾ പതുക്കെ പതുക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, ലക്ഷ്യങ്ങളെല്ലാം നമ്മുടെ സിസ്റ്റമാണ് പ്രധാനം എന്ന്. പിന്നെ നമ്മുടെ വ്യക്തിത്വത്തില് പ്രധാനമായിട്ടും 3 സംഭവങ്ങൾ, ഞാൻ ആരാണെന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ ആരായി തീരണം എന്നുള്ള രീതിയിൽ നമ്മളുടെ കണ്ടന്റുകളെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതായത് നമ്മളുടെ യഥാർത്ഥ നമ്മുടെ ആ ബുക്കിൽ തന്നിട്ടുള്ള തന്നെ അതിന്റെ മലയാളം വേർഷനാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാന്ന് മാത്രം. യഥാർത്ഥ പെരുമാറ്റം എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വ മാറ്റമാണ്. ശീലങ്ങള് നമ്മളുടെ വ്യക്തിത്വത്തിന്റെ അടയാളമായിട്ട് മാറണം എന്നുള്ള. നമ്മളുടെ വ്യക്തിത്വം ഇപ്പോ എന്നും നമ്മൾ എക്സസൈസ് എന്നുള്ള ഒരു കണ്ടന്റിനെ തന്നെ വീണ്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്നും എക്സസൈസ് ചെയ്യുന്നു എന്നത് നമ്മളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു അടയാളമായിട്ട് മാറണം. ഡെയിലി റൊട്ടീനായിട്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ കിട്ടുകയാണ്, ഒരാളിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടുകയാണെന്ന് വെച്ചോ, അയാള് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആളാണ്, നല്ല ഉഷാറാണ്, ആരോഗ്യമൊക്കെ നല്ലോണം ശ്രദ്ധിക്കും എന്നുള്ള ഒരു കോംപ്ലിമെന്റ് ആരിൽ നിന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിറകിലേക്ക് വലിയാൻ നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും, ഇല്ലേ? നമുക്കൊരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോംപ്ലിമെന്റ് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ നമുക്കത് ചെയ്യാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും എന്നെ അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞു, അപ്പൊ ഇനിയിപ്പോ നമ്മളറിയാതെ തന്നെ നമ്മളുടെ മനസ്സ് അതിൽ നമ്മളെ ബ്ലോക്ക് ചെയ്തിടും. അപ്പൊ പിന്നെ അതിൽ നിന്ന് നമുക്ക് പിന്തിരിയാൻ ഭയങ്കര പ്രയാസമായിട്ട് വരും എന്നുള്ള. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഒരു മാർക്കിംഗ് ആയിട്ട് ഇത്തരം കാര്യങ്ങളെ നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറി തുടങ്ങും. പതുക്കെ പതുക്കെ നമ്മൾ മാറും. പിന്നെ വരുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹാബിറ്റ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് എന്താണോ ചേഞ്ച് ആവേണ്ടത് അതിനെ നമ്മുടെ തലച്ചോറിലേക്ക് ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാക്കി മാറണം. നമ്മുടെ തലച്ചോറിന് അത്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ബ്രഷിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് മാറി. അത് ചെയ്തിട്ടില്ലെങ്കിൽ
നമുക്ക് അതൊന്നും എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതൊരു നമ്മുടെ തലച്ചോറിന് അതിലേക്ക് ക്ലിക്ക് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നമ്മൾ മാറുക. പിന്നെ നമ്മുടെ ആഗ്രഹമാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രതികരണവും പിന്നെ അതിന്റെ പ്രതിഫലവും. ഇവിടെ നമ്മുടെ മനുഷ്യ മനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ പറയുന്ന ഒന്നാമത്തെ ഒരു നിയമം എന്ന് പറയുന്നത് തന്നെ നമ്മൾ എന്താണെന്നുള്ളത് വ്യക്തമാക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്താണോ നമ്മുടെ എയിം അത് നമ്മൾ വ്യക്തമാക്കിയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് റിവാർഡ്സുകൾ കിട്ടുമ്പോൾ. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്തു, അതിൽ ആരും നമ്മളെ അഭിനന്ദിക്കാനില്ലെങ്കിലും നമ്മളെ അഭിനന്ദിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. നമുക്ക് ഏറ്റവും ഇപ്പൊ നമ്മൾ നടക്കാൻ പോയി ഒരു 5 മിനിറ്റ് നടന്നു, ആ 5 മിനിറ്റ് നടന്നാൽ തന്നെ നമുക്ക് നമ്മളെ അഭിനന്ദിക്കാൻ സാധിക്കണം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ തോളിൽ തട്ടിയിട്ട് ഒന്ന് നമ്മളെ അഭിനന്ദിക്കാം. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കൊരു ഡോപ്പമൈൻ ക്രിയേറ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും ക്ലോസ് സർക്കിളിൽപ്പെട്ട ആരെങ്കിലും നമ്മൾ പറഞ്ഞ് ഏൽപ്പിക്കുക, ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ചോദ്യം ചെയ്യും. അപ്പൊ അയാളോട് പറഞ്ഞ ആ ഒരു വാക്കിന്റെ പുറത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ചെയ്യാൻ തീരുമാനിക്കും. ഇപ്പൊ ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റ് നടക്കും, അപ്പൊ അന്ന് നമ്മൾ എണീറ്റില്ല, നമ്മൾ നടന്നില്ല. അപ്പൊ നമ്മുടെ ഒപ്പമുള്ള ആരാണോ ആ ക്ലോസ് സർക്കിളിൽപ്പെട്ട ആള് ചോദിക്കും, ഇന്നലെ അല്ലേ വലിയ വർത്താനം പറഞ്ഞിരുന്നു, ഇന്ന് രാവിലെ എണീക്കും, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും, എന്നിട്ട് എന്തേ? അപ്പൊ അയാളുടെ മുമ്പിൽ നമ്മുടെ മുഖം രക്ഷിക്കാനെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ കാര്യം കൃത്യമായിട്ട് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ശീലത്തിനെ നമ്മൾ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക. അതിന് ടെംപ്ടേഷൻ ബണ്ടിലിംഗ് എന്ന് പറയും. അതെന്താ സംഭവം എന്ന് വെച്ചാല്, ഇപ്പൊ ചിലർക്ക് ഇപ്പോ നമ്മൾ അടുക്കള ജോലി വലിയൊരു ടാസ്ക് ആയിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പാട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു നല്ല ക്ലാസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ ഈ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു എന്താ പറയാ ആഘാതം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഗൗരവം നമ്മൾ പതുക്കെ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടും എന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നടക്കാൻ വിചാരിച്ച് വെക്കുക, നമ്മൾ വീണ്ടും വീണ്ടും ഈ നടക്കുക എന്ന് പറയുന്നത് നമ്മളതൊരു ഉദാഹരണമായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മൾ നടക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ നടക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഓടാനാണെങ്കിൽ നമുക്കൊരു ഹെഡ്സെറ്റോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആ ഓടുന്ന സമയത്ത് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് ഓടുമ്പോൾ അതിന്റെ ആ ഒരു കാഠിന്യം നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കാതെ പോകും. കാരണം നമുക്ക് അപ്പുറത്ത് വേറെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാഠിന്യവും ഗൗരവവും ഒക്കെ കുറയും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഇതിലെ 4ാമത്തെ നിയമം പറയുന്ന അതാണ്, നമുക്ക് സംതൃപ്തി നൽകുക എന്നുള്ളതാണ്. എന്തൊരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും 2 തവണ നമ്മൾ ഒന്നിൽ നിന്നും ബാക്കിലേക്ക് അടിക്കരുത്. ഇപ്പൊ നമ്മൾ നടക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ വെച്ചോ, അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം അത് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. അടുത്ത ദിവസവും നമ്മൾ അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രയാസമായിരിക്കും ആ കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പിന്മാറിയാൽ തന്നെ 2ാമത്തെ ദിവസം അതിനൊരു വിട്ടുവീഴ്ചയും കൊടുക്കരുത്. നിർബന്ധമായിട്ടും ആ കാര്യം എന്ത് സ്ട്രഗിൾ സഹിച്ചിട്ടായാലും നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ ചുരുങ്ങിയ, ഇത് കേൾക്കുമ്പോൾ ഇതിലൊന്നും നമുക്ക് ബാലികേറാമലില്ല. ആദ്യം നമ്മൾ പറഞ്ഞു, കിട്ടിയ ടാസ്കിനെ നമ്മൾ വളരെ ചുരുക്കി കൊണ്ടുവരണം. പിന്നെ നമ്മളുടെ ചുറ്റുപാടുകൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സജ്ജീകരിക്കുക. അതായത് ചെറിയ രീതിയിലുള്ള സൂചനകൾ നൽകുന്ന, ഇപ്പൊ നമ്മൾ ദിവസവും ഏറ്റവും പ്രധാനമാണ് നമുക്ക് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. 1 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ ഒക്കെ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഒരു ബോട്ടിൽ ഫില്ല് ചെയ്ത് നമ്മളുടെ തൊട്ട് മുമ്പിൽ കയ്യെത്തുന്ന അകലത്തിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എടുത്തു കുടിക്കാൻ ചിലപ്പോൾ നമ്മൾ മറന്നു പോയാലും ആ ബോട്ടിൽ ഫില്ല് ചെയ്ത് അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വെള്ളം എടുത്ത് കുടിക്കും. നമ്മൾ അതിന്റെ നമ്മളുടെ ടാസ്ക് എന്താണെന്നുള്ളത് നമ്മൾ ഓർക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കുടിക്കും. അപ്പൊ ഇങ്ങനെ നമ്മളുടെ ചുറ്റുപാടുകളെ നമ്മൾ സജ്ജീകരിക്കുക. പിന്നെ നമുക്ക് വേണ്ട ഒരു അപ്രീസിയേഷൻ നമ്മൾ തന്നെ കൊടുക്കുക എന്നുള്ള, ആരും തരാനില്ലെങ്കിലും നമ്മൾ തന്നെ സ്വയം നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തയ്യാറാവുക. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, അത്രക്കും ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ഈ ഒരു ടാസ്ക് അച്ചീവ് ചെയ്യുമ്പോൾ ആരും വാങ്ങിത്തരാനില്ലെങ്കിൽ, ആരും നേടിത്തരാനില്ലെങ്കിൽ നമ്മൾ തന്നെ അത് നമുക്ക് വേണ്ടി വാങ്ങി തന്നുകൊണ്ട് സെൽഫ് അപ്രീസിയേഷൻ നടത്തുക എന്നുള്ളതും. അവസാനം പറഞ്ഞത് എന്തായിരുന്നു, ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞത് ആ പറയുന്ന കാര്യങ്ങളെ എല്ലാം നമ്മൾക്ക് കാണുന്ന, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളുടെ ചുറ്റുവട്ടത്തേക്ക് ഒരുക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ സെൽഫ് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ
ചെയ്യേണ്ടത് ഈ അതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ശീലങ്ങളെ ട്രാക്ക് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ ഈ കാലണ്ടറിലും ഇതിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഇപ്പൊ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ദിവസം നമ്മൾ എത്രത്തോളം പ്രോഗ്രസ് ചെയ്തു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. ശീലങ്ങളെ നമ്മൾ ട്രാക്ക് ചെയ്ത് വെക്കണം. അത് കലണ്ടറിലായിക്കോട്ടെ, നമ്മളുടെ ഫോൺ നോട്ട്സുകളിലോ എവിടെ ആയിക്കോട്ടെ, നമ്മളത് ട്രാക്ക് ചെയ്ത് വെക്കുമ്പോൾ ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം ചിലപ്പോൾ നമുക്ക് വലിയ ഗ്രോത്ത് ഒന്നും ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷെ ഒരു 8 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അത് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ഗ്രോത്ത് അവിടെ വന്നിട്ടുണ്ടാവും. ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ആണ് സംഭവിക്കുന്നത്. എന്നാലും ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് 1% അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്, ആ ഒരു ട്രാക്കിങ് കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും പുതിയ പുതിയ നേട്ടങ്ങളിലേക്ക് മാറാനും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോകാനും ഉള്ള ഒരു ഊർജം നമുക്ക് അറിയാതെ തന്നെ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഈ കൃത്യമായിട്ട് നമ്മൾ പുതിയതായിട്ട് എന്ത് ശീലമാണ്, ഇപ്പൊ ഒരു പുസ്തകം വായിക്കാൻ വിചാരിച്ചു, ഞാൻ ചായ കുടിക്കുന്നതിന്റെ കൂടെ ഒരു പേജ് ബുക്ക്, ഒരു പുസ്തകം വായിക്കുന്ന ഒരാളാവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാനൊരു 5 മിനിറ്റ് വായിക്കും, അല്ലെങ്കിൽ ഒരു പേജ് വായിക്കും. ആ ഒരു പേജ് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരൊറ്റ പേജിൽ നമ്മൾ നിർത്തൂല. നമ്മൾ അറിയാതെ തന്നെ ഒരു 2 3 4 പേജ് നമ്മളുടെ സമയവും സന്ദർഭവും അനുസരിച്ച് നമ്മൾ വായിക്കും. പിന്നെ അത് അവിടെ ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് പറ്റൂല. അതിന്റെ അടുത്തത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മളിലേക്ക് വരും. ആ തുടങ്ങുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ള ഒരു പക്ഷേ വലിയ ഇമ്പോർട്ടന്റ് ആവണമെന്നില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 50% സക്സസ് ആയി എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ടേക്കുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശീലിക്കുമ്പോൾ നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നിങ്ങളൊക്കെ ഏറ്റവും നേരത്തെ എണീറ്റ് കുറെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതിന്റെ ഭാഗമായിട്ടുള്ളവരാണ്. പക്ഷെ എന്നാലും ഈ ഒരു ബുക്കിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഒരു ഒരു അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇതിവിടെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. എനിവേ, താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. ഇനി ഫീഡ്ബാക്ക് സെക്ഷൻ ആണ്, ഓരോരുത്തർ പറഞ്ഞോളൂ. ആൻസർ സ്റ്റാർട്ട് ചെയ്തോളൂ സർ. മാജിക് മോർണിംഗ്. ഇന്നത്തെ പോലെ ഇന്നും നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. ആറ്റമിക് ഹാബിറ്റ്സ് ജെയിംസ് ക്ലിയറിന്റെ വളരെ ഭംഗിയായിട്ട് അതിന്റെ കണ്ടന്റ് നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് തൃപ്തിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്ത് കാര്യവും മാം പറഞ്ഞ പോലെ PSCന്റെ ബുക്കായാലും ശരി, അതൊരു പാർട്ടായി വെക്കുമ്പോൾ വലിയ ഭാരം തോന്നാറില്ല. ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാകും. ഡെയിലി ചെയ്യാന്നുള്ള ഒരു ഇതിലേക്ക് ഒരു കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്ന സമയത്ത് ഹാബിറ്റായി മാറും. നമ്മൾ സ്വയം അതിലേക്ക് പോകുന്നുള്ളതാണ്. നമുക്ക് എന്ത് നേടിയെടുക്കാൻ ഇങ്ങനെ നമുക്ക് വലിയ വലിയ ടാസ്ക് എല്ലാം വരുന്ന സമയത്ത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ പോലെ ബുക്കെല്ലാം ഒരു ആദ്യം തുടക്കത്തിൽ കുറച്ച് പേജ് വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കൂടുതൽ കൂടുതൽ വായിക്കാനുള്ള ഒരു ഇത് വരും. അപ്പൊ അതിന്റെ ഗുണം നമുക്ക് കിട്ടും. അപ്പൊ തീരെ ഒന്നിച്ച് ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് 1 മണിക്കൂർ എക്സസൈസ് തുടക്കത്തിൽ ചെയ്യുമ്പോൾ നമുക്കൊരു മടിയും വിഷമമൊക്കെ ഉണ്ടായിരുന്നു വരും. അപ്പം ഇന്നത്തെ പ്രത്യേക ഒരു കാര്യം പറഞ്ഞത്, എന്ത് കാര്യവും 2 തവണ നമ്മൾ ബാക്ക് അടിച്ചിട്ടുണ്ടെന്ന് വെച്ചാല് പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അതിൽ അങ്ങനെ നാളെ ചെയ്യാന്ന് മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങും. അപ്പൊ മെഡിറ്റേഷൻ എന്ന ഡെയിലി ഇപ്പൊ നമ്മൾ വരുന്നതിനെ കൊണ്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുക. ചെറിയൊരു ബ്രേക്ക് ഇങ്ങനെ വരിക, 3 4 ദിവസം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മടിയായി പിന്നെ ഇതിൽ വരാതിരിക്കാനുള്ള ഒരു ഇത് ടെൻഡൻസി കൂടുതലാണ് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റീവ് ആകാനും ഒക്കെ ഇതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാതും കണക്റ്റ് ആയിട്ട് വെക്കുക. എന്താ വെച്ചാല് എന്തെങ്കിലും പ്രകൃതി നടക്കാൻ പോകുമ്പോൾ നമ്മൾ ഓരോ വഴി കൂടെ മാറി മാറി പ്രകൃതി ആസ്വദിച്ചിട്ട്, അതേപോലെ രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഷൂസ് എല്ലാം റെഡി ആക്കി വെക്കുക, വെള്ളം ടേബിളിൽ കൊണ്ടുപോവുക, കാണുന്ന സ്ഥലത്ത് വെക്കുക. അപ്പൊ ഇന്ന് നല്ല നല്ല കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതിന് നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. സാറോട് ഒരു കാര്യം ചോദിക്കട്ടെ, സാർ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ പറയുന്ന കാര്യങ്ങള്? നോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഇപ്പൊ ഈ ക്ലാസ് എന്നല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെയും ഒരു നല്ലൊരു എന്താ പറയാ കളക്ഷൻ തന്നെ ഇപ്പൊ സാറെ കയ്യിൽ ഉണ്ടാവും അല്ലേ? നോട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്കിത് ഇടയ്ക്കൊന്ന് നോക്കി കഴിഞ്ഞാൽ
അതെ അതിന്റെ അതെ അതെ ക്ലിയർ ആയി കിട്ടും. പെട്ടെന്ന് ഒരു ദിവസം മാം പറയുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില പോയിന്റ്സ് എല്ലാം ശരിക്ക് കിട്ടിയെന്ന് വരില്ല. അത് ശരിക്ക് വാല്യുബിൾ പോയിന്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ അത് എഴുതി കഴിഞ്ഞാൽ ഒന്നും കൂടി മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സത്യം സത്യം. ഞാൻ എപ്പോഴും സാർ ഇങ്ങനെ എഴുതുന്നതായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഏതായാലും നല്ലൊരു കാര്യമാണത്. ഇതുകൊണ്ടാണ് നമ്മള് ഒന്ന് ചില സമയത്ത് അത് ഓർമ്മയിൽ വരില്ല അത്. അപ്പൊ കുറച്ച് ദിവസമെങ്കിലും ഈ ഇത് കിട്ടും, ഈ പോയിന്റുകൾ മനസ്സിലിങ്ങനെ കൂടി നടക്കണമെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെതായിട്ടുള്ളത് ഉണ്ടാവും. ഡെയിലി ഇത് വായിക്കാനൊന്നും നിൽക്കില്ല, എന്നാലും നമുക്കത് അല്ല എന്നാൽ കുറച്ച് മനസ്സിൽ തറച്ച് നിൽക്കും അത്. താങ്ക് യു അതെ വെരി അതെ മച്ച്. ശരിയാണ്. താങ്ക് യു അഭിനന്ദ, നല്ലൊരു പരിചയപ്പെടുത്തലായിരുന്നു പുസ്തകം. പുസ്തകം പരിചയം ഉണ്ടെങ്കിലും ഒന്നൊരു പരിചയപ്പെടുത്തുമ്പോൾ അങ്ങനെയുള്ളൂ. പരിചയമുള്ള ആൾക്കാരെ വീണ്ടും പദ്മമണി സാറാണ്, കോഴിക്കോടുള്ളതാണ്. എന്തെങ്കിലും പരിചയപ്പെടുത്തുമ്പോൾ ആ ഒരു നല്ലൊരു പരിചയപ്പെടുത്തലായിരുന്നു കേട്ടോ. പിന്നെ പ്രസന്റേഷൻ നല്ല സൂപ്പറായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. നല്ലൊരു ടോപ്പിക്കാണത്. അറ്റോമിക്കിന്റെ നല്ലൊരു പുസ്തകം പരിചയപ്പെടുത്തി. നല്ല ടോപ്പിക്കാണ്, നന്നായിട്ടുണ്ട് ക്ലാസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. നല്ലൊരു പരിചയപ്പെടലായിരുന്നു. നല്ലൊരു പുസ്തകമാണത്. ഞാൻ കുറെ കൊല്ലം മുമ്പ് വായിച്ചതാണ്. എന്റെ ലൈബ്രറിയിൽ ഉണ്ടോ കാണാൻ അതെ അതെ, അറ്റോമിക് ഹാബിറ്റ്സ് വായിക്കാൻ പറ്റിയ പുസ്തകങ്ങളിൽ പുസ്തകം. അതെ അതെ സ്വഭാവങ്ങൾ മാറ്റാൻ, ക്യാരക്ടർ മാറ്റാൻ, വളരെ ഒരു % മാറ്റിയാൽ നമ്മൾ ഒരു വർഷം നമ്മളെ ഇതിൽ മാറ്റും. ഇപ്പൊ ഇതില് വിമാനിക്ക് ഇപ്പൊ 5 കൊല്ലായി. 5.5 എല്ലാവരും എനിക്ക് ഒന്ന് 5.5 അതെ അതെ അതെ. നമ്മളൊക്കെ ഇതിൽ വരുമ്പോ ഒന്നും സംസാരിക്കാനോ ഒന്നും പറയാനോ എല്ലാം വെറുതെ അടിക്കുന്ന കാലുണ്ട്. ഇപ്പൊ ഇതില് വന്നപ്പോഴാണ് നമുക്ക് ഇതിന്റെ സംസാരിക്കുമ്പോൾ ഇഷ്ടമില്ലാതെ അതിനൊക്കെ പ്ലാറ്റ്ഫോം. അത് കറക്റ്റ് 5.5 മണിക്കുള്ള മെഡിറ്റേഷൻ, പിന്നെ കുറെ റിച്വൽസ് ഉണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൃത്യമായിട്ട് 2 മാസത്തില് റെഗുലറായിട്ട് വരുന്ന ആൾക്ക് നല്ല മാറ്റം. അത് എത്ര ആൾക്കുള്ള ഒരു കാര്യം. പിന്നെ അവർ കുറെ വേറെ ക്ലാസ്സുകളിൽ പോകുന്നുണ്ട്. അപ്പം ബേസ് അടിത്തറ ബിമാജിക്കിന്റെ ഫൗണ്ടേഷൻ ഒക്കെ ബിമാജിക്. കുറെ വ്യക്തികൾ എന്റെ കണ്ണിൽ വെച്ച് വളരെയധികം വലിയ ലെവലിൽ എത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. അതൊരു ഗ്രാജുവൽ ഗ്രോത്ത് തന്നെയല്ലേ ബഷീർ സർ, ഈ ബി മാജിക്കിലുള്ള എല്ലാ മെമ്പേഴ്സിന്റെയും ഗ്രോത്ത് എന്ന് പറയുന്നത്? എല്ലാവരും ഇതിൽ വന്നവരൊക്കെ പല പ്രശ്നങ്ങളായിട്ട് വന്നവർ പല പ്രോബ്ലങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഇതിൽ വന്നതിന്റെ ശേഷം അവർക്കൊക്കെ വളരെ മികച്ച മാറ്റം നമുക്ക് തന്നെ ഫീൽ ചെയ്യണ്ട. ഇതായോ പലവരും പങ്കെടുക്കാൻ പറ്റും. അത് വേറെ വിഷയമാണ്. പിന്നെ നമുക്കൊന്നും ചെയ്യാം. കൃത്യമായിട്ടൊരു 2 മാസം കൃത്യമായിട്ട് പങ്കെടുക്കുകയാണെങ്കിൽ ചേഞ്ച് ഉള്ള ഗ്യാരണ്ടി. താങ്ക് യു. നമ്മൾ പൊതുവെ എന്താ പറയുക, നമ്മള് 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം, ചെറിയ തിരക്കിലാണ് എന്ന് പറയും. അതൊരിക്കലും ചെയ്യില്ല. അതെ അതെ ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ല, പക്ഷേ കേട്ടിട്ടുണ്ട്. വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? നമ്മുടെ ഈ ഇതിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് മാറ്റമൊക്കെ വന്നത്. ഈ ഒരു ഗ്രൂപ്പിൽ വന്നതിന് ശേഷം അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഇന്നത്തെ ക്ലാസ്സും ഞാൻ അത് ഓർക്കുകയായിരുന്നു.
നമ്മുടെ ഒരു ജീവിതത്തിന് തന്നെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ ഒരു പങ്ക് ഈ ഒരു ബുക്കിനുണ്ട് എന്ന് പറയാം. അപ്പൊ ഈ അറ്റോമിക് ഹാബിറ്റ് എന്നുള്ള ബുക്കിന് അതുപോലെ തന്നെ കുറച്ചുകൂടി മറ്റുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഗ്രൂപ്പ് തന്നെ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തികളാണ് പിന്നീട് നമ്മൾക്കതൊരു ശീലമാവണതും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നതും നമുക്ക് ഒരു ഡെവലപ്മെന്റ് ചെയ്യണതൊക്കെ. അപ്പോഴതിൽ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടിയ ക്ലാസ് ആയിരുന്നു എന്ന് മാം തന്നത്. നമ്മൾ ഒരു രണ്ട് പ്രാവശ്യം തന്നെ ഒരു കാര്യത്തിൽ പിറകിലോട്ട് പോവുകയാണെങ്കിൽ അത് നമുക്ക് നമ്മളിലേക്ക് എത്തില്ല എന്നും, അതുപോലെ ഒരു ട്രാക്കർ അതെനിക്ക് അറിയില്ലായിരുന്നു, നമ്മൾ ശീലം ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മാമിൻ്റെ ക്ലാസ്സിൽ നിന്ന് കുറേ ക്ലാരിറ്റിയും കുറച്ച് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ അറിയുന്നതിലേക്ക് കൂട്ടിച്ചേർക്കാനും കൂടെ ഉതകി എന്നുള്ളതാണ്. നല്ലൊരു സെക്ഷനായിരുന്നു മാം. താങ്ക് യു മാം. താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? റേഞ്ച് ഇഷ്യൂ ഉണ്ടോ? ഫീഡ്ബാക്ക് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ശരി, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ സിനിമ? ഓക്കെ. നമുക്ക് അറ്റോമിക് ഹാബിറ്റ് എന്നൊരു വിഷയത്തിൽ ഇത്രയും നല്ല ഒരു സെക്ഷൻ എടുത്ത ഹസ്ന മാമിന് ഈ മാജിക്കിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇതിൽ പങ്കെടുത്ത ഓരോ മെമ്പേഴ്സിനും നന്ദി. താങ്ക് യു. താങ്ക് യു. ഓക്കെ. താങ്ക് യു, മാം. Have a താങ്ക് യു. nice night to താങ്ക് യു all. ഓൾ. Thank you, ma'am. Thank you. Okay, thank you so much.